ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. അപ്പോൾ വിനായക ചതുർത്ഥിയുടെ തലേ ദിവസം എടുത്തിട്ടുള്ള കാര്യങ്ങളാണല്ലോ കഴിഞ്ഞ ദിവസം കാണിച്ചത്, ക്ലീനിങ് ഒക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങളൊന്ന് ഷോപ്പിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ വിനായക ചതുർത്ഥിയുടെ തലേ ദിവസം കുറച്ച് ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൂജാ തിങ്സൊക്കെ മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ വിനായക ചതുർത്ഥിയുടെ ഒരുക്കങ്ങളും പൂജ ചെയ്യുന്നതൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. 1-2 പേര് അത് കണ്ടിട്ട് അതുപോലെ പൂജയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ആമിതേ വൈകുന്നേരം സ്കൂൾ വിട്ട് വന്നേക്കുവാണ്. അപ്പോൾ അവളെ ഇനി റെഡിയാക്കിയിട്ട് വേണം ഞങ്ങൾക്കൊന്ന് മാർക്കറ്റിലേക്ക് പോകാനായിട്ട്. ഇപ്പോൾ അങ്ങോട്ട് സ്കൂൾ വിട്ട് വന്നതേ ഉള്ളേ. അപ്പോൾ അവർക്കിപ്പോൾ ഈ ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ നടക്കുമായിരുന്നു സ്പോർട്സ് ഡേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ആമി വരുന്നത്. 5 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമിയെ കുളിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം ഞങ്ങളിതേ മാർക്കറ്റിലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും നല്ല തിരക്കാണ്. അപ്പോൾ നമുക്ക് തലേ ദിവസം എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കുറച്ചൊന്ന് തിരക്കിനിടയിലാണ് വന്നേക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വന്ന് നമുക്ക് സാധനങ്ങൾ എടുത്തിട്ട് പെട്ടെന്ന് വീട്ടിൽ പോകണം. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും കൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വന്നിട്ട് പോകാനെന്നുള്ള രീതിയിൽ വന്നിട്ട് പക്ഷെ നമുക്ക് വിചാരിച്ച പോലെ സ്പീഡിന് കാര്യങ്ങളൊന്നും നടന്നില്ല. കാരണം ഒന്നാമത്തെ കാര്യം ഇവിടെ മഴ 2 ദിവസമായിട്ട് നല്ലോണം പെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഈ റോഡൊക്കെ ഇങ്ങനെ ആകെ അലമ്പായിട്ട് കിടക്കുവാണ്. പിന്നെ നമുക്ക് വിനായകർക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ആയിട്ട് നമ്മൾ കിറ്റായിട്ടാണ് കേട്ടോ മേടിച്ചത്. കഴിഞ്ഞ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് വാങ്ങിയത്. പിന്നെ കുരുത്തോല ഞാൻ പറഞ്ഞല്ലേ, ഇത്തവണ ഞങ്ങൾ കുരുത്തോല തോരണം എടുക്കുന്നില്ല. കാരണം പാർക്കിൽ നിന്ന് നമുക്ക് നല്ല കുരുത്തോല കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിലാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എനിക്കിത് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു. ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ചെയ്താണ്. നല്ല ഈസിയാണ്. ഓല നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ 4 തോരണത്തിന് 4 എണ്ണത്തിന് 30 രൂപയോ മറ്റാണ് കേട്ടോ മേടിക്കുന്നത് പൂജ ഷോപ്പ് ഇത് നമ്മുടെ മാർക്കറ്റിൽ. പക്ഷേ ഈ ഇങ്ങനത്തെ പൂജ തിരക്കുകൾ വരുന്ന സമയത്ത് അവരതിന് 50 രൂപയൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഓല കയ്യിൽ കിട്ടുവാണെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ദേ ഇവിടെ അടിപൊളിയാണ് കേട്ടോ. നല്ല ബഹളവും തിരക്കും ഒക്കെയാണ്. മാർക്കറ്റിൽ വരുന്നത് തന്നെ ഒരു വൈബാണല്ലേ. അപ്പം ഞങ്ങൾക്ക് ഇവിടെ പ്രത്യേകിച്ച് ഈ ചെന്നൈയിലെ മാർക്കറ്റുകളിൽ വരാനായിട്ട് എനിക്കും ഹസ്ബൻഡിനും മോൾക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ശരിക്കും ഞങ്ങൾ രാവിലെ പോകുമായിരുന്നു. പക്ഷേ ആമിയും കൂടി ഇതൊക്കെ കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ തിരക്കായ കാരണം കൊണ്ട് ആമി ഇങ്ങനെ ഹസ്ബൻഡ് ചേർത്ത് പിടിച്ചേക്കുവാണ് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പൂക്കളൊക്കെ നല്ല റേറ്റ് കൂടുതലാണ് ഈ പൂജാ സമയം ആയ കാരണം കൊണ്ട്. നമ്മൾ എപ്പോഴും എടുക്കുന്ന അമ്മച്ചിയുടെ അടുത്തുനിന്നാണ് ഇത്തവണയും എടുത്തത് കേട്ടോ. അപ്പോൾ പാട്ടി നമ്മളോട് പറഞ്ഞത് 1 മുഴം പൂവ് ആയിട്ട് തരത്തില്ല, 1.5 മുഴം പൂവ് 100 രൂപയെന്നാണ് പറഞ്ഞത്. പിന്നെ ഞങ്ങൾ 80 രൂപയ്ക്ക് മേടിച്ചു. അപ്പോൾ 1 മുഴമായിട്ട് തന്നായിരുന്നു കേട്ടോ. ഇങ്ങനെയല്ല ഈ ഇവിടുത്തെ പൂവിൻ്റെ റേറ്റൊക്കെ നല്ല റേറ്റ് കുറവാണ്. എല്ലാ തവണയും ഇങ്ങനെ ഈ പൂജാ സമയം ആകുമ്പോഴത്തേക്കും അവർ റേറ്റ് കൂട്ടാറുണ്ട്. ഓൾറെഡി ജമന്തി പൂക്കളൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ. തലേ ദിവസം തന്നെ ഞങ്ങൾ വേറൊരു മാർക്കറ്റിൽ പോയപ്പോഴത്തേക്കും മേടിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ജമന്തിയും കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല. അരളിയൊക്കെ നേരത്തെ തന്നെ മേടിച്ച് വെച്ചു. അങ്ങനെ തിരിച്ചു വരുന്ന വഴിയിൽ എല്ലാ ക്ഷേത്രങ്ങളിലും ഗണപതി ക്ഷേത്രങ്ങളിലൊക്കെ പാട്ടും ലൈറ്റും ഒക്കെ ഇട്ടേക്കുമായിരുന്നു കേട്ടോ. അതൊക്കെ കാണുമ്പോൾ തന്നെ കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു കുളിർമയാണ്. അപ്പോൾ ഇങ്ങനെ ആമി സ്കൂൾ വിട്ട് വന്ന ഉടനെ വന്ന കാരണം കൊണ്ട് അവൾക്കൊന്നും കൊടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പായിരുന്നു കേട്ടോ ഞങ്ങൾക്കൊക്കെ. വരുന്ന വഴിക്ക് ശാന്തി ഭവൻ ഹോട്ടലിൽ നിന്ന് ഇതുപോലെ ചായ കുടിക്കാനായിട്ട് കയറി. അപ്പോൾ ശരിക്കും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഇത് വില്ലിവാക്കത്തുള്ള ബ്രാഞ്ചാണ് കേട്ടോ. അപ്പോൾ വില്ലിവാക്കം മാർക്കറ്റിലാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ശരിക്കും എനിക്കാണെങ്കിൽ ഇത് കഴിച്ചപ്പോഴത്തേക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹെൽത്തി അല്ല എന്നറിയാം. ഇപ്പോൾ വെയിറ്റ് ലോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഒരു ദിവസത്തേക്ക് നമ്മൾ ഡയറ്റൊന്നും നോക്കുന്നില്ല, എല്ലാം മറന്നിരിക്കുകയാണ്. പിന്നെ കട്ടൻ ചായ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ടാണ് പാൽ ചായ എടുത്തത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ പിന്നെ വീണ്ടും 2ാമത് ഒരു പ്ലേറ്റ് ബോണ്ട മേടിക്കുകയാണ് ചെയ്തത്. ബോണ്ട എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലതുപോലത്തെ മധുരമുള്ള ബോണ്ടയല്ല, ഉഴുന്ന് ബോണ്ടയാണ് കേട്ടോ. അതായത് ഉഴുന്ന് വടയ്ക്ക് ചെയ്യത്തില്ലേ, അതിനെ തന്നെ ഉരുളകളാക്കിയിട്ട് എണ്ണയിൽ വറുത്തെടുക്കുന്നതാണ് ഉഴുന്ന് ബോണ്ട. അങ്ങനെ ഞങ്ങൾ അതൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് നേരത്തെ വേറൊരു മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ശരിക്കും അവിടെ നിന്ന് ഇതുപോലെ കദളിപ്പഴം കിട്ടിയില്ലായിരുന്നേ. അപ്പോൾ കദളിപ്പഴം ഇവിടെ തമിഴിൽ പറയുന്നത് ഏലക്കി എന്നാണ് പറയുന്നത്, ഏലക്കിപ്പഴം എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണല്ലോ നല്ലത് പ്രസാദം ചെയ്യാനും പടുക്ക വയ്ക്കാനും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിതേ നേരെ അമ്പത്തൂർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ ഇവിടെയൊക്കെ ആകെ ഒരു രസമാണ് കേട്ടോ. ഇതൊക്കെ കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. പിന്നെ നല്ലൊരു ഉത്സവമേളം തന്നെയാണ് പ്രത്യേകിച്ച് ഈ വിനായക ചതുർത്ഥി. നമ്മുടെ നാട്ടിലത്തേക്കാളും ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് തമിഴ്നാട് കഴിഞ്ഞുള്ള സംസ്ഥാനങ്ങളിലാണല്ലേ. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇതിനേക്കാളും ഭയങ്കര രസമാണെന്നറിയാം. അങ്ങനെ ഞങ്ങളിത്
അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അമ്പത്തൂർ മാർക്കറ്റിലേക്ക് വരുന്ന വഴിക്ക് നോക്കിയപ്പോഴത്തേക്കും ഉണ്ട്. ഇവിടെ വരുന്ന വഴിയിൽ തന്നെ ഒരു കടയിൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് മേടിച്ചു. പിന്നെ ഞങ്ങൾ ശരിക്കും മാർക്കറ്റിനകത്തേക്ക് വരുന്നില്ല എന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോഴത്തേക്കും ഫ്രൂട്ട്സിൻ്റെയൊക്കെ റേറ്റ് ചോദിക്കുകയാണ്. അപ്പം നമ്മൾ ആദ്യം വില്ലിവാക്കത്തുനിന്ന് മേടിച്ച റേറ്റ് ആണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ പക്ഷേ ഒരു പ്ലേറ്റ് 150 രൂപയാണ് പറയുന്നത്. അതായത് നമ്മുടെ ഗണപതിക്ക് കൊടുക്കാനുള്ള ഈ ഫ്രൂട്ട്സിൻ്റെത് എല്ലാം കൂടി ചേർന്ന് വരുന്നത്. പക്ഷേ വില്ലിവാക്കത്തിൽ നമുക്കത് 100 രൂപയ്ക്കാണ് തന്നത്. ഒരേ അളവിനുള്ള ഫ്രൂട്ട്സ് തന്നെയാണ് ഉള്ളത് കേട്ടോ. അതാണ് ആ ഒരു റേറ്റിൻ്റെ വ്യത്യാസം വരുന്നത്. ഞങ്ങൾ കൂടുതലും വില്ലിവാക്കം മാർക്കറ്റിൽ പോകുന്നതിൻ്റെ കാരണവും അതാണ്. പിന്നെ മാത്രമല്ല അവിടുന്ന് പിന്നെ 1 കിലോ പേരക്ക കൂടി മേടിച്ചുകൊണ്ടാണ് വന്നത് കേട്ടോ. പിന്നെ വരുന്ന വഴിയിൽ നോക്കിയേ എല്ലായിടത്തും ഉത്സവമാണ്. ഞാൻ പറഞ്ഞല്ലോ, ആകെ ഒരു നല്ലൊരു വിശേഷ ദിവസമാണ്. അപ്പം ഞങ്ങൾക്ക് ഇങ്ങനെ ഈ തലേ ദിവസം ഇങ്ങനെ ഇറങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പുറത്തോട്ടൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ട്രീറ്റിൽ ഒരു ഗണപതി ക്ഷേത്രം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. 1 വർഷത്തോളം ആയതേ ഉള്ളേ. അപ്പോൾ അവിടെ ദേ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ടേക്കുവാണ്. അവിടെയും പൂജയും ഒക്കെ ഉണ്ട്. ഗണപതിയുടെ സ്പെഷ്യൽ ഇതൊക്കെ ചെയ്യുന്നുണ്ട് നാളെ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് വീട്ടിലേക്ക് വന്നു. അപ്പം ഞാനാണെങ്കിൽ പാത്രങ്ങൾ കഴുകി വെച്ചിരിക്കാതെയാണ് പോയത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഉച്ചയ്ക്ക് കുറേ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ടാണല്ലോ പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാത്രങ്ങൾ കഴുകാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അങ്ങനെ ദേ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് പതിവ് പോലെ തന്നെ എല്ലാ തവണത്തെയും പോലെ നമ്മുടെ കൗണ്ടർ ടോപ്പും കിച്ചണും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. പിന്നെ അതുപോലെ തന്നെ വേസ്റ്റ് എല്ലാം കൊണ്ടുപോയി കളഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും ഇതുപോലെ കിച്ചൺ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെച്ചിരുന്നാൽ നമുക്ക് നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഓൾറെഡി പണ്ട് തൊട്ടേ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ആദ്യമേ തന്നെ കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്ന സോയാബീൻസിൻ്റെ ബിരിയാണി ഉണ്ടായിരുന്നു, മീൽ മേക്കർ ബിരിയാണി. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതേ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്ന് വെക്കുവാണ് കേട്ടോ. അപ്പോൾ കുരുത്തോലയുടെ തോരണം ഇനി വേണം കെട്ടാനായിട്ട്. ഇതിനിടയിൽ വേറൊരു സംഭവം നടന്നത്, ആമിയുടെ ഒരു പല്ല് ഇളകിപ്പോയായിരുന്നു കേട്ടോ. കുറച്ച് ദിവസമായിട്ട് ഒരു പല്ല് ഇങ്ങനെ ഇളകാനായിട്ട് ആടി ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് കൃത്യമായിട്ട് ഈ ദിവസം തന്നെ നമ്മൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് തിരികെ വന്നപ്പോഴത്തേക്കും അതങ്ങോട്ട് ഇളകാറായിരുന്നപ്പോൾ ഹസ്ബൻഡ് അതങ്ങ് പറിച്ച് കളയുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇങ്ങനെ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് കരയുകയാണ്. അപ്പോൾ സംഭവം ഇതിന് മുന്നേ അവൾക്ക് ഒരു വർഷം മുന്നേ ഇതുപോലെ പല്ലുകൾ ഇങ്ങനെ ഇളകാനായിട്ട് തുടങ്ങിയ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടാണ് പല്ലെല്ലാം പറിച്ചെടുത്തത് കേട്ടോ. നമ്മുടെ പഴയ ഓണത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ വ്ലോഗ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടാലും മനസ്സിലാവും. ആമയുടെ ഒരു വരി പല്ല് താഴെയുള്ള 3-4-5 പല്ല് ഒരുമിച്ചാണ് എടുത്തത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ എടുക്കാനുള്ളൊരു കാരണം, എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഇവൾക്ക് പല്ലിങ്ങനെ മേലെയും താഴെയായിട്ട് കയറി ഇറങ്ങിയാണ് വളർന്നിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ നമ്മളോട് പറഞ്ഞത് പല്ല് ഇളക്കിയെടുക്കുകയാണെങ്കിൽ അത് കൃത്യമായിട്ട് കറക്റ്റ് അലൈൻമെൻറ്റിൽ വളർന്നു വരുമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ പിന്നീട് ഫ്യൂച്ചറിൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് അന്ന് ഫ്രണ്ടിൽ നിന്ന് താഴത്തെ പല്ലുകൾ ഒരു 4 ഒരുമിച്ചെടുത്തു, മേലേന്ന് 2 പല്ലും പറിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പം അന്ന് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് അത് ചെയ്തപ്പോൾ ഡോക്ടർ അന്ന് അവൾക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഇന്നിപ്പോൾ ഈ ഒരു പല്ല് പോയതുകൊണ്ട് അവൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛനോട് പരാതി പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ തന്നെ ഹസ്ബൻഡ് പോയിട്ട് അതൊക്കെ മേടിച്ചുകൊണ്ട് കൊടുത്തു. വാങ്ങി കൊടുത്തപ്പോഴത്തേക്കാണ് ആൾ ഹാപ്പി ആയത്. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു കേട്ടോ, കുട്ടികൾക്ക് എല്ലാം ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന അവർ ചെറുതാണോ ഒന്നും അറിയത്തില്ലെന്ന്, പക്ഷേ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ചെറുതും വലുതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഓർത്തിങ്ങനെ വെച്ചേക്കുമല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചത്. ഇപ്പോൾ ഐസ്ക്രീം കിട്ടിയപ്പോഴത്തേക്കും നല്ല ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഐസ്ക്രീം കഴിച്ചാലേ പല്ലിൻ്റെ ആ ഒരു പല്ലിളക്കിയതിൻ്റെ ബ്ലഡ് നിൽക്കത്തുള്ളൂ, എന്നാലേ അവിടെ പല്ല് നന്നായിട്ട് വളരുള്ളൂ. അന്നേ ഡോക്ടർ അങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിച്ചിട്ടാണ് ഇത് മേടിച്ചത്. ഇതിനിടയിൽ തന്നെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് തോരണമൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ, എങ്ങനെയുണ്ട് എൻ്റെ തോരണമൊക്കെ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എനിക്കറിയാം, എന്നാലും എന്നെ ഒന്ന് മോട്ടിവേഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കമൻറ്റ് ഇട്ടേക്ക് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ഇതുപോലെ ഈ കർട്ടൻ ഇരിക്കുന്നില്ലേ, ഈ ഭാഗത്താണ് ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത്. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഞാനിപ്പോൾ തൽക്കാലം ആ കർട്ടൻ എടുത്ത് മാറ്റുന്നില്ല കേട്ടോ, കാരണം ഒരു ദിവസത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞാനിത് ഉടുക്കാത്ത എൻ്റെ പുതിയ സാരിയാണ്. എനിക്കിത് ഒരു വെഡ്ഡിങ് ഡേക്ക് ഹസ്ബൻഡ് മേടിച്ച് തന്നതാണ്, പക്ഷേ ഞാൻ ഇതുവരേക്കും അത് ഉടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് പുതുതായിട്ട് ഇരിക്കുമായിരുന്നു. അപ്പോൾ ഓൾറെഡി ഞാൻ കഴുകി മടക്കി വെച്ചിരുന്നതാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് ഒരു ബാക്ക്
ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തൂക്കിയിട്ടത്. അപ്പം ഈ ഒരു കളർ കുറച്ച് ഡാർക്ക് കളറാണ്. ബാക്കിയൊക്കെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന തുണികളൊക്കെ ഞാൻ യൂസ് ചെയ്തതായ കാരണം കൊണ്ടാണ് എടുക്കാത്തത്. പിന്നെ വൈറ്റ് കളർ ഇരിപ്പുണ്ട്, കസവിൻ്റെതൊക്കെ ഇരിപ്പുണ്ട്, ഞാൻ യൂസ് ചെയ്യാത്ത പുതിയ മുണ്ടും കാര്യങ്ങളൊക്കെ. പക്ഷെ അത് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ, ഇതാണ് എടുത്തത്. പിന്നെ ഈ കുരുത്തോല തോരണങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ സാരിയിൽ തന്നെ ഒന്ന് പിന്നുകൊണ്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാരി ഇങ്ങനെ ഫാനിടുന്ന സമയത്ത് കാറ്റത്ത് പറന്നു പോകാതിരിക്കാനായിട്ട് കർട്ടനിലോട്ട് ചേർത്ത് പിൻ ചെയ്ത് വെച്ചേക്കുവാണേ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കുവാണ്. നമ്മൾ ഇന്നല്ല ഗണപതിയുടെ ഫോട്ടോയൊക്കെ വെച്ച് പൂജ ചെയ്യുന്നത്, നാളെയാണ് ചെയ്യുന്നത് കേട്ടോ. അതൊക്കെ ഞാൻ നാളത്തെ വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി പൊസിഷനൊക്കെ കറക്റ്റ് ആണോ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ മേലെ വിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വിഷുവിന് മേടിച്ചിട്ടുള്ള ആ മഞ്ഞ പട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ രാവിലെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഈ കുക്കിങ്ങും ഈ പ്രസാദമൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിലൊക്കെ എനിക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് തലേന്ന് ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു ആർട്ടിഫിഷ്യൽ ജമന്തിയുടെ ഹാരം ഉണ്ടല്ലോ, അതെടുത്ത് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. ഡെക്കറേഷൻ കുറച്ച് ഓവറാണെന്ന് അറിയാം, എന്നാലും ഇതൊക്കെ വർഷത്തിലൊരിക്കലല്ലേ വരുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് ചെയ്തത് കേട്ടോ. പിന്നെ എരിക്കിൻ്റെ പൂവൊക്കെ കഴുകിയെടുത്തു. അതിൻ്റെ കറയൊക്കെ പോയതിന് ശേഷമാണ് നമ്മൾ മാല കോർത്ത് എടുക്കുന്നത് കേട്ടോ. അത് ഞാൻ കഴിഞ്ഞ വർഷത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മുട്ട് വെച്ചിട്ട് ഒരു മാല ചാർത്തി, പിന്നെ അല്ലാതെ പൂക്കൾ വെച്ചിട്ട് 2-3 ഡിസൈനിൽ ചെയ്തായിരുന്നു കേട്ടോ. പക്ഷേ ഇത്തവണ ഞാനൊരു അരളി ഹാരവും അതുപോലെ തന്നെ ഒരു എരിക്കിൻ്റെ ഹാരവും മാത്രമാണ് ചെയ്യുന്നത്. കുറച്ചും കൂടി സിമ്പിളായിട്ട് ചെയ്യാമെന്ന് കരുതി. മാത്രമല്ല നമ്മളടുത്ത് കുറച്ച് എരിക്കിൻ്റെ പൂക്കളാണ് ഉണ്ടായിരുന്നത്, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി കേട്ടോ. ഈ അരളി ഹാരം നന്നായിട്ട് വന്നിട്ടില്ലേ, ഞാൻ പൂ കെട്ടിയെടുത്ത സമയത്ത് അത് ചെറുതായിട്ട് പിന്നി പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ ഇളകി പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഇതായിട്ട് ഇരിക്കുവാണ്. പിന്നെ ബാലൻസ് ഉള്ള പൂക്കൾ ഞാൻ കവറിൽ തന്നെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. കെട്ടി വെച്ചേക്കുന്ന പൂക്കളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു കവറിൽ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചേക്കാണ് കേട്ടോ. രാവിലെ എടുത്ത് നമുക്കത് ചാർത്തി കൊടുക്കാം. പിന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഫ്രണ്ടിൽ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് എന്നെ ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു കേട്ടോ. ഇതിനിടയിൽ തന്നെ ഹസ്ബൻഡ് ജോലിയും ചെയ്യുന്നുണ്ട്. പിന്നെ തട്ടവും ഇതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓൾറെഡി ഉച്ചയ്ക്ക് തന്നെ ചെയ്ത കാര്യമാണ് കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. നമ്മുടെ ശുദ്ധത്തിൻ്റെ വിം ജെല്ല് യൂസ് ചെയ്തിട്ടാണ് ക്ലീൻ ചെയ്തെടുത്തത്. അപ്പോൾ ഓൾറെഡി അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ ഗണപതിയുടെ ഫോട്ടോ മേടിച്ച സമയത്ത് അത് ഈ അഷ്ടലക്ഷ്മിയുടെ ഫോട്ടോയും കൂടി മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ, കഴിഞ്ഞ ദിവസം ശരണയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഗണപതിയുടെ ഫോട്ടോ എടുക്കാനാണ് പോയത്. അപ്പോൾ ഈ അഷ്ടലക്ഷ്മികളെ കണ്ടപ്പോൾ എനിക്കത് എടുക്കണമെന്ന് തോന്നി. എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, അങ്ങനെ എടുത്തതാ. പിന്നെ ഞാനാണെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഇത്തവണ കോലത്തിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ വരയ്ക്കുന്നത്. അപ്പോൾ ഞാനിത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിരുന്നപ്പോൾ ഒരു ചേച്ചി എനിക്ക് കമൻറ്റ് ഇട്ടിരുന്നു, അവരും ഇതുപോലത്തെ ഡിസൈനാണ്, ഏകദേശം ഇതുപോലത്തെ ഒരു ഡിസൈനാണ് വരച്ചതെന്ന് പറഞ്ഞു കേട്ടോ. ഇത്തവണ ഞാൻ വരച്ച കോലം എനിക്ക് തന്നെ അങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കും. കാരണം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ വിനായക ചതുർത്ഥിക്ക് ഇങ്ങനെ ഒരു കോലം ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. പ്രത്യേകിച്ച് കോലം വരയ്ക്കുന്ന സമയത്തൊക്കെ നമുക്ക് കുറച്ചും കൂടി നല്ല കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് എനിക്കിവിടെ കൂട്ടിരിക്കുവാണ്. ആമി പോയി കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 2 മണിയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങിയത് കേട്ടോ. ഇത്തവണ എനിക്ക് അത്രയും ലേറ്റായിട്ട് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് നേരത്തെ ഉറങ്ങണമെന്നുള്ളത് കൊണ്ട് നേരത്തെ എല്ലാ പണികളും ചെയ്തതാണ്. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ എന്നോടൊപ്പം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഈ പുറത്തിരുന്ന് രാത്രിയല്ലേ, അതുകൊണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡും കൂടി ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് നമ്മുടെ കോലം, ഇഷ്ടപ്പെട്ടോ എന്ന് എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കൂ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോ ഒരു ഭയങ്കര ഒരു ഐശ്വര്യം തോന്നി. എല്ലാ തവണയും വരയ്ക്കുന്നേക്കാളും പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ ചെറിയൊരു വളവും ചരിവും ഒക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയായിരുന്നു കേട്ടോ. ഇതിൻ്റെ പൂജാ വിശേഷങ്ങളും നെക്സ്റ്റ് ഡേ എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ ഉള്ളതൊക്കെ
കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നാളത്തെ വ്ളോഗിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓണം തുടങ്ങുന്നതിന് മുന്നേ വരെ ഈ വീക്കിൽ വീഡിയോ ഇടാനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം 12:30 തന്നെ വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കാം. നമുക്കിപ്പോൾ ആഴ്ചയിൽ 3 വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് 12:30 നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ. പക്ഷേ ഇത് ഡെയിലി വീഡിയോ ആവുമ്പോൾ എഡിറ്റിംഗ് ചെയ്യാനും വീട്ടിലെ പണികളും പിന്നെ വോയിസ് കൊടുക്കാനും ഒക്കെ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് കൃത്യം 12:30 തന്നെ വീഡിയോ വരുമോയെന്ന് അറിയത്തില്ല. എന്തായാലും ഈ വീക്ക് ഫുള്ളായിട്ട് വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്തായാലും മറക്കാതെ കണ്ടു നോക്കൂ. നാളത്തേക്കുള്ള പ്രസാദത്തിനുള്ള കടലയും പരിപ്പും ഉഴുന്നും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ മറക്കാതെ കാണട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി വീഡിയോസ് ഇനി വരും. ഈ ഒരു വീക്കിൽ മാത്രമാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൂടി വരും. അപ്പോൾ അതും കൂടി ചെയ്തേക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒരുപാട് ആളുകളിലേക്ക് എത്തും. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. Thanks for watching.